ഇന്ത്യക്കാർ ഇറാൻ വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ലഭ്യമായ മാർഗങ്ങളിലൂടെ രാജ്യം വിടാനാണ് നിർദ്ദേശം. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ? നേരത്തെ തന്നെ വിമാന സർവീസുകളെല്ലാം റദ്ദാക്കിയിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ? ധന്യ, ഇറാനിലെ സാഹചര്യം നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇന്ത്യ അവിടെയുള്ള ഇന്ത്യക്കാർക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എത്രയും വേഗം ഇറാൻ വിടണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. 9,000-ലധികം ഇന്ത്യക്കാരാണ് നിലവിൽ ഇറാനിലുള്ളത്. അതിൽ കൂടുതലും താമസിക്കുന്നത് വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് ലഭ്യമായ മാർഗങ്ങളിലൂടെ രാജ്യം വിടണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും വിദേശകാര്യ മന്ത്രാലയം ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ആ സ്ഥിതി വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എംബസിയുമായി അവിടെയുള്ള ഇന്ത്യക്കാർ നിരന്തരം ബന്ധപ്പെടണം, ഏതെങ്കിലും സഹായം വേണമെങ്കിൽ എംബസിയെ സഹായിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം. അതിനുശേഷമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാധ്യമാകുന്ന വഴികളിലൂടെ എത്രയും വേഗം അവിടെയുള്ള ഇന്ത്യക്കാർ ഇറാനിൽ നിന്ന് മടങ്ങണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒപ്പം ഏതെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ എംബസിയുമായി ബന്ധപ്പെടാം. ഇന്ത്യ 24 മണിക്കൂറും ഇറാനിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഏതെങ്കിലും അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടായാൽ അതനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുകൊണ്ടുണ്ടാകുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്.